വനം വകുപ്പിന് ആവശ്യമായ ഫണ്ട് ഇല്ലാത്തതിനാൽ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. കടുത്ത വേനലിന് മുൻപായി ഫയർ ലൈൻ എടുക്കേണ്ടതുണ്ടെങ്കിലും ഇത്തവണ എല്ലാ മേഖലയിലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മലമ്പുഴ ധോണി മേഖലയിലുണ്ടായ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കാടാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മലമ്പുഴ ധോണി മേഖലകളിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ കഠിന ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും നടത്തിയത്. ഒരു സ്ഥലത്ത് തീ അണയ്ക്കുമ്പോൾ മറ്റൊരിടത്ത് തീ പടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം ബാധിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫയർ ലൈൻ തെളിയിക്കൽ എല്ലായിടത്തും നടന്നിട്ടില്ല. ഇപ്പോൾ കാടുണ്ടായ കാലം മുതൽ കാട്ടുതീയുണ്ട്. ആ കാട്ടുതീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാ കാലഘട്ടത്തിലും വനം വകുപ്പ് കൈക്കൊള്ളാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ആ കാട്ടുതീ അണയ്ക്കുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് വാച്ചർമാരെ നിയമിക്കുന്നതിനോ ഫയർ ലൈൻ ഒരുക്കുന്നതിനോ ഉള്ള നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഫണ്ടില്ല എന്നൊരു കാരണമാണ്. അപ്പോൾ യഥാസമയം ഫണ്ട് ലഭ്യമാക്കാത്തത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ്. ഈ കാട്ടുതീ മൂലം കാടിൻ്റെ ഏക്കർ കണക്കിന് കാട് കത്തി നശിക്കുന്നു എന്നതിനൊപ്പം വന്യമൃഗങ്ങളുടെ ജീവൻ ഇപ്പോൾ ഭീഷണിയുണ്ട്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു വകുപ്പാണ് ഈ അനാസ്ഥയുമായി മുന്നോട്ട് പോകുന്നത്. ധോണി, നീലിപ്പാറ, അടുപ്പുകുത്തിമല, അകത്തേത്തറ, തെക്കേ മലമ്പുഴ എന്നിവിടങ്ങളിലാണ് കാട്ടുതീ ഉണ്ടായത്. തീ നിയന്ത്രണ വിധേയമായെന്ന് വനംവകുപ്പ് പറയുമ്പോഴും നാട്ടുകാർ ഇപ്പോഴും ആശങ്കയിലാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.